വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, കേൾക്കണമേ. ദൈവമായ കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ധ്യാനം ഏറ്റവും ധന്യമായി തീരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടുന്ന് വിഭാഗിച്ച് നൽകണമേ. അടിയനെ ബലപ്പെടുത്തണമേ. കഴിവുകാരായിട്ടുള്ള ഈ മക്കളെ വാഴ്ത്തണമേ. മനസ്സിലൂടെ പോകുന്ന വികാരങ്ങൾ, മനസ്സിലൂടെ പകർന്നതായിട്ടുള്ള നൊമ്പരങ്ങൾ, അസ്വസ്ഥതകൾ, മനസ്സിനകറ്റുന്ന നിരാശയുടെ ഘടനകൾ എല്ലാം അവിടുന്ന് മാറ്റി സന്തോഷത്തോടെയും സമാധാനത്തോടെയും മടങ്ങിപ്പോകുവാൻ ഈ ആരാധന വചന കേൾവി അവിടുന്ന് സംഗതിയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വരികളാണ്. അതിന് താഴോട്ട് 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ സ്വർഗത്തിലെ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ, പിന്നീട് വിവരിക്കുന്നുണ്ട്. ഹീലിംഗ് എന്ന വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹീലിംഗ് എന്ന വാക്കിൻ്റെ മലയാളാർത്ഥം സൗഖ്യം എന്നുള്ളതാണ്. ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഹീലിംഗ് ലഭിക്കണം, സൗഖ്യം ലഭിക്കണം. കാരണം നമ്മളിൽ തന്നെ എല്ലാവരും ബലഹീനരും രോഗികളുമാണ്, പൂർണ്ണതയുള്ളവരല്ല. അപൂർണതയുടെ ഘടനകൾ ഉള്ളവരിലാണ് പൂർണ്ണതയിലേക്ക് പ്രവേശിപ്പാനുള്ള ആഗ്രഹം അങ്കുരിപ്പിക്കുന്നത്. ഞാനിടയ്ക്ക് പല പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, രോഗമെന്ന് പറയുന്നത് നമ്മൾ പറയുന്നതായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന അസ്വസ്ഥത മാത്രമല്ല. മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും, അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളാകാം, ബന്ധങ്ങളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, മക്കളുടെ ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങളാകാം, വീട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയുള്ള ആഗ്രഹമാകാം. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിനെ അസ്ഥിരപ്പെടുത്തുന്ന, മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള എല്ലാം രോഗത്തിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്കെല്ലാം സമാധാനം നൽകുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. ഇതൊരു കൂട്ടപ്രാർത്ഥനയാണ്. വലിയ ഒരു പ്രാർത്ഥനയുടെ സമാഹാരമാണ് വിശുദ്ധ കുർബാന. ഇതനേക പ്രാർത്ഥനകൾ ഒരുമിച്ച് ചേരുന്നവയാണ്. ഇത് കൂട്ടപ്രാർത്ഥനയാണ്. ഒരുമിച്ച് നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തോടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അതിന് മറുപടി തരുന്നു. ഹീലിംഗ്, രോഗശാന്തി, മനസ്സിനെ അസ്ഥിരപ്പെടുന്നതായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള വിമോചനമാണ് ഹീലിംഗ്. കൂട്ടപ്രാർത്ഥന, ധ്യാനം, പ്രാണായാമം, സംഗീതം, റിക്കി, പുല്ലാങ്കുഴൽ, ഹോളിസ്റ്റിക് ചികിത്സ, വിവിധതരം രോഗശാന്തി ശുശ്രൂഷകൾ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. കൂട്ടപ്രാർത്ഥന, ധ്യാനം, പ്രാണായാമം, സംഗീതം. ഇവർ പാട്ട് പാടുമ്പോൾ നല്ല മനോഹരമായ പാട്ടുകൾ പാടുന്നു. അത് അനേകർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു. സംഗീതം, റിക്കി, പുല്ലാങ്കുഴൽ, ഹോളിസ്റ്റിക് ചികിത്സ, ഇങ്ങനെയുള്ള വിവിധതരം രോഗശാന്തി ശുശ്രൂഷയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റേക്കി എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജീവജാലങ്ങൾക്ക് ചുറ്റും പ്രകൃതി തന്നെ
ഒരു കാന്തവലയം സൃഷ്ടിച്ചു. അതുമായി ബന്ധപ്പെട്ടതാണ് റേഖി എന്ന് പറയുന്ന ഒരു യോഗാഭ്യാസം. ഓറ എന്ന് പറയുന്ന ഒരു പദം നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ട്. ഈ വലയത്തിന് സംഭവിക്കുന്ന ക്ഷതമാണ് രോഗകാരണമെന്ന് റിക്കി പറയുകയാണ്. പ്രകൃതിക്ക് ചുറ്റും ഉള്ള ആ കാന്തവലയത്തിന് സംഭവിക്കുന്ന ക്ഷതമാണ് രോഗമെന്ന് റിക്കി പറയുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് റിക്കി ചെയ്യുന്നത് ടച്ച് ചെയ്ത് ഉഴിഞ്ഞു കളയുന്ന ഒരുതരം ശുശ്രൂഷയാണ്. പ്രാണിക് ഹീലിംഗ് ഒരു സ്നേഹസ്പർശനമാണ് മരുന്നിനേക്കാൾ ശക്തിയുള്ള ഈ മെഡിസിൻ. ഒരു ചെറുപെഞ്ചിരി, ഒരു ആശ്വാസവാക്ക്, ഇത് അനേകർക്ക് സമാധാനം നൽകുകയാണ്. കേരളത്തിൽ തന്നെ ഏതാണ്ട് 20,000-ഓളം പ്രാണി ഹീലിംഗ് നടത്തുന്ന ആളുകളുണ്ട് കേരളത്തിൽ തന്നെ. ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഈ കഴിവിനെ ശക്തിപ്പെടുത്തി ശരീരത്തിലുള്ള രോഗാണുക്കളെ പുറന്തള്ളുകയാണ് പ്രാണി ഹീലിംഗിലൂടെ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഈ കഴിവിനെ ശക്തിപ്പെടുത്തി ശരീരത്തിനുള്ള രോഗാണുക്കളെ പുറന്തള്ളുകയാണ് പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഒരു ചെറു പുഞ്ചിരി അനേകർക്ക് ശാന്തിയും സമാധാനവും നൽകും. ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾക്ക് പരസ്പരം അറിയാമോ? അതോ കൂട്ടുകാർ തങ്ങളിൽ ഒരുമിച്ചാണോ ഇരിക്കുന്നത്? അടുത്ത വീട്ടുകാർ തമ്മിൽ ഒരുമിച്ചാണോ ഇരിക്കുന്നത്? സ്വന്തക്കാർ തങ്ങളിൽ ഒരുമിച്ചാണോ ഇരിക്കുന്നത്? നമ്മുടെ 265 വീടുകളിൽ നിന്ന് ഒരു 200 വീടുകളിൽ നിന്നെങ്കിലും ഇന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആളുകളെ തമ്മിൽ പരസ്പരം കാണാനും പരിചയപ്പെടാനും ഒന്ന് ചിരിക്കാനും അത് ദൈവത്തിൻ്റെ ഒരു വലിയ സിദ്ധിയാണ്, ദൈവത്തിൻ്റെ ഒരു വലിയ കഴിവാണ്. നീ എവിടെ നിന്നാണ് വരുന്നത്, നീ ഏത് വീട്ടിലെയാണ്, ഒന്ന് പരിചയപ്പെടാൻ അത് നമ്മൾ ശ്രമിക്കണം. അതൊരു വലിയ ഹീലിംഗ് ശുശ്രൂഷയാണ്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ വിലയേറിയ ശുശ്രൂഷയാണ് എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം. അതുകൊണ്ട് ദേവാലയത്തിൽ വരുന്ന എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുകയും നമ്മൾ സ്നേഹിക്കുകയും അവരെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പരസ്പരം എല്ലാവരും അറിയുകയും ചെയ്യണം. അതാണ് ഈ ശുശ്രൂഷയുടെ മഹത്വം. ചില ആളുകൾ ചോദിക്കും, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? കുറച്ച് പേര് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ദേവാലയത്തിൽ കൂടുന്ന ആളുകളുടെ എണ്ണം 200 കുടുംബങ്ങളാണ്. ചിലപ്പോൾ 225 ആകാം. തിരുമേനി വരുമ്പം 250 വീടുകളിൽ നിന്നും ആളുകൾ വരും. എന്നാൽ കുറച്ച് ആളുകൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ബേസിസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഫെലോഷിപ്പ്. ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ ശക്തീകരണത്തിന് വേണ്ടിയാണ്. ക്രിസ്തീയ ജീവിതം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. ദ ബേസിസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഫെലോഷിപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഒന്ന് ചിരിക്കണം. നമുക്ക് പരിചയമില്ലാത്ത ഒരാളിനോട് നമ്മൾ എന്ത് ചെയ്യണം? നീ എവിടെ നിന്നാണ് എന്നൊന്ന് ചോദിക്കണം. ഇപ്പം നിങ്ങൾ പലരും പറയുന്നു, അച്ഛൻ എത്ര പെട്ടെന്ന് ഇത് മനസ്സിലായി, ഇവിടെ വന്നപ്പോൾ ആളുകളെയൊക്കെ എങ്ങനെ പഠിച്ചു എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഏതാണ്ട് 100 ദിവസമേ ആയുള്ളൂ. ഈ 100 ദിവസത്തിനകം എനിക്ക് നിങ്ങളെ മിക്കവാറും എല്ലാവരെയും പഠിക്കാനായിട്ട് സാധിച്ചു. ഇവിടുത്തെ സ്ത്രീകളാരാണ്, പുരുഷന്മാരാരാണ്, ചെറുപ്പക്കാരാരാണ്, പ്രായമുള്ളവരൊക്കെ ആരാണ്, നിങ്ങളുടെ വീട്ടിലെ എല്ലാ സ്ഥിതിയും നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പഠിച്ചു, ഇനി 1 വർഷം കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ പഠിക്കും. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഗ്രാസ്പിംഗ് പവർ അത് നമുക്കുണ്ടാവണം. അത് നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അതനുസരിച്ചുള്ള ശുശ്രൂഷ നൽകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചില വീടുകളിലൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു, ഇനി ഇടോമിഷൻ്റെ പ്രാർത്ഥന ഈ വീടുകളിലെല്ലാം വെക്കുമെന്ന് പറഞ്ഞു. കാരണം പള്ളിയുടെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയ പല വീടുകളിലൊന്നും ആളുകൾ പോയി പ്രാർത്ഥനയ്ക്കൊന്നും ക്രമീകരിക്കുന്നില്ല, പ്രാർത്ഥന വെക്കുന്നില്ല. പ്രാർത്ഥന വെച്ചാൽ ആളുകൾ കുറവ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന പ്രാർത്ഥന ഇന്നത് ക്രമീകരിച്ചാൽ ഞങ്ങൾ സ്ഥിരം വരുന്ന കുറച്ച് പേരുണ്ട്, പിന്നെ ആ ഏരിയയിലുള്ള കുറച്ച് പേരുണ്ട്, ഒരു മുറിയിൽ കൊള്ളാവുന്ന ആളുകൾ അതിന് സമ്മതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 കഴിഞ്ഞു. ഇനി അത് ബുക്കിംഗ് ആയിട്ടുണ്ട്. 7-10 പ്രാർത്ഥനകൾ ഈ വർഷം വെക്കാൻ വേണ്ടി അതിൻ്റെ ബുക്കിംഗ് ആയിട്ടുണ്ട്. അതാണ് എൻ്റെ ശുശ്രൂഷ. അല്ലാതെ പള്ളികളിൽ വരുന്നവർക്കുള്ള ശുശ്രൂഷയല്ല, പള്ളിയുടെ ചുറ്റുമുള്ള വീടുകളിലുള്ള ശുശ്രൂഷയല്ല. അകന്നു പോയിരിക്കുന്നവർക്കുള്ള ശുശ്രൂഷയാണ് എൻ്റെ ശുശ്രൂഷ. അകന്നു പോയിരിക്കുന്നവർക്ക് ദൈവസാന്നിധ്യം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ അടുത്തിരിക്കുന്ന ആളിലേക്ക് പകരുന്നത്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അത് ഞാൻ മറ്റുള്ളവർക്ക് പകരുന്നു എന്നുള്ളത് കൊടുക്കുവാൻ നമ്മൾ ഒരിക്കലും മറന്നു പോരുത്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത്
ആദ്യം ഒരു ഇൻ്റർവ്യൂവിന് ചെന്നു. അത് 1986 86 ചെന്നപ്പോൾ ക്രിസ്മസ് തിരുമേനി എന്നോട് ചോദിച്ചു, 2 ചോദ്യമാണ് ചോദിച്ചത്. പൊളിറ്റിക്കൽ സയൻസ് MA പാസ്സായ ഒരാളല്ലേ, അപ്പോൾ ഈ ഷട്ടിൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷട്ടിൽ ഡിപ്ലോമസി ഹെൻറി കിസ്സിഞ്ചർ എന്ന് പറയുന്ന ഒരു വലിയ നയതന്ത്രജ്ഞൻ, അമേരിക്കൻ നയതന്ത്രജ്ഞൻ നടപ്പിലാക്കിയ ഒരു ഡിപ്ലോമസിയാണ്. അത് അമേരിക്കയിൽ നിന്ന് മിസൈൽ ആകാശത്തേക്ക് വിട്ടാൽ റഷ്യയിൽ നിന്ന് മിസൈൽ അത് ആകാശത്ത് വെച്ച് അതിനെ തകർക്കുന്ന ഒരു ഡിപ്ലോമസിയാണ്. അത് താരയുദ്ധം എന്ന് പറയും, ഷട്ടിൽ ഡിപ്ലോമസി. രണ്ടാമത് ഒരു ചോദ്യം എന്നോട് PPA പരാജയം ചോദിച്ചു, ഇതിനെന്തിനാണ് വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയുണ്ട്, യേശു എന്നെ സ്നേഹിച്ചു, അതെനിക്ക് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഈ ഉത്തരം കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു, അന്നൊരു കൊച്ചു ചെറുക്കനും കൂടാ, അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇനി ഇദ്ദേഹത്തെ അങ്ങ് വിട്ടേക്കാം. അപ്പോൾ വാചകം കേട്ടപ്പോൾ പറഞ്ഞു, എന്നെ വിട്ടിരിക്കാം. നിങ്ങളിന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, ദേവാലയത്തിൽ വന്നിരിക്കുന്ന എന്തിനാണ്? യേശു എന്നെ സ്നേഹിച്ചു, ഞാൻ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകരാൻ കൂടിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ധ്യാനം, മാനസികമായ തയ്യാറെടുപ്പാണ് ധ്യാനം. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി, ദേവാലയത്തിൽ ഒരുങ്ങി അത് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഒരു ഒരു ഒരുക്ക പ്രാർത്ഥന ഇവിടെ നടത്തി. പലരും ധ്യാനനിരതരായിരുന്നു, ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എന്തിനും ഒരു ഒരുക്കം ആവശ്യമാണ്, മാനസികമായ തയ്യാറെടുപ്പാണ്. എനിക്ക് മാനസികമായ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ഇനിയും ലൂപ്പ് ഹോൾസ് ഉണ്ടാകാം. എന്നാൽ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനം നമ്മൾ വരുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കാൻ നമുക്കൊരിക്കലും ഇടവരരുത്. നമ്മുടെ സംഭാഷണം ദൈവത്തോട് മാത്രം ആയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത്, അത് എടുക്കുന്നത് ആരാണ്? അച്ഛനാണ് എടുക്കുന്നത്, അല്ലേ? അച്ഛനാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഒരുക്കി അച്ഛൻ പറഞ്ഞു വിട്ടു, നിങ്ങൾ സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അച്ഛൻ മരിച്ചു പോകാതെ ഇന്ന് ശുശ്രൂഷ എടുക്കുവാൻ തക്കവണ്ണം ഇന്ന് ദൈവം നമ്മളെ കരുതി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പള്ളി തൂത്തിക്കുന്ന മഹേഷിൻ്റെ ഭാര്യ ഇന്നലെ പെട്ടെന്ന് മരിച്ചുപോയി. നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞു കാണും, ഇന്നലെ പള്ളി തൂക്കാൻ വേറെ ആളിനെ വിളിച്ചാണ് തൂത്തത്. അപ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, മയങ്ങി വീണ് ആ മഹേഷിൻ്റെ ഭാര്യ മരിച്ചുപോയി. അത് ഇന്നലെ മഹേഷ് ഇവിടെ തൂക്കാൻ വന്നില്ല, മഹേഷിന് പകരം വേറെ ആൾ വന്നാണ് തൂത്തത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സമാധാനത്തോടെ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന നടക്കുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഇവിടെ പള്ളി തൂത്ത ആളുകളിലൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചു. വൈകിട്ട് ഭാവിച്ചാൻ വന്നിവിടെ, ട്രസ്റ്റി ഭാവിച്ചാൻ മറ്റ് ചില ആളുകളിലൂടെ വന്ന് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ നോക്കി ഇവിടെ ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്ന് ദേവാലയം തുറന്നു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് സൺഡേ സ്കൂളിൽ ഒരു ആരാധനയോടെയാണ് ആരംഭിച്ചത്. സൺഡേ സ്കൂൾ അധ്യാപകർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, കുഞ്ഞുങ്ങളും അതിനുവേണ്ടി ഒരുങ്ങി. അത് കഴിഞ്ഞ് പാട്ടുപാടി ഞാൻ ഒരുക്ക പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് 1-2 പാഠം വായിച്ചു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മുടെ ഈ ആരാധനയിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമ്മളെല്ലാവരും കൂടി എടുക്കുന്ന ശുശ്രൂഷയാണ്. ഇതൊരു ഒൺമാൻ ഷോ അല്ല. ഈ വിശുദ്ധ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഒൺമാൻ ഷോ അല്ല, നമ്മളെല്ലാവരും കൂടി എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ധ്യാനപൂർവം ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവിക ആരാധനയുടെ ഭാഗമായി തീരുമ്പോഴുമാണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്, ഈ ആരാധന പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് മധുവായി നിൽക്കുന്ന അച്ഛനെ ആളുകൾ ശ്രദ്ധിക്കും, കൊയറംഗങ്ങളെ ആളുകൾ ശ്രദ്ധിക്കും, ഒരുപാട് പേര് ശ്രദ്ധിക്കും. ഇവിടെ ഇരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകരെ ശ്രദ്ധിക്കും, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും, യുവജന ശിഖാംഗങ്ങളെ ശ്രദ്ധിക്കും, സേവ്യാ സംഘാംഗങ്ങളെ ശ്രദ്ധിക്കും, എഡോമിഷൻ്റെ പ്രവർത്തകരെ ശ്രദ്ധിക്കും, സീനിയർ ആളുകളെ ശ്രദ്ധിക്കും, നമ്മളെല്ലാവരെയും ശ്രദ്ധിക്കും. എന്നാൽ മനുഷ്യൻ ശ്രദ്ധിക്കുക മാത്രമല്ല, ദൈവം ഉയരത്തിൽ നിന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവം ഉയരത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് നാം ഇരിക്കുന്നതെന്നുള്ള ബോധം നമുക്കെപ്പോഴും ജീവിതത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ധ്യാനം എന്ന് പറയുന്നത്, ഒരുക്കം എന്ന് പറയുന്നത് എല്ലാ ശുശ്രൂഷയുടെയും ആത്യന്തികമായ ഘടകമാണ് എന്നുള്ളത് ഓർക്കണം. ദൈവത്തിന് സ്വയം സമർപ്പിതരാകുകയാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് പ്രാർത്ഥന. ആരാധന എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ആരാധന?
നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണ ശുശ്രൂഷയാണ് ആരാധന. നിങ്ങളിത് കഴിയുമ്പോൾ കുമ്പസാര പ്രാർത്ഥനയിൽ പങ്കെടുക്കും. കുമ്പസാര പ്രാർത്ഥനയാണ് ദ ക്വാളിഫിക്കേഷൻ ഫോർ കണ്ടക്ടിങ് ഹോളി കമ്മ്യൂണിയൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ടുള്ള അതിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്, അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ കുമ്പസാരമാണ്. ആ കുമ്പസാരം സത്യമായും ആത്മാർത്ഥമായും ആയിരിക്കണം. അതുകൊണ്ടാണ് കുമ്പസാര പ്രാർത്ഥന കഴിഞ്ഞിട്ട് അച്ഛൻ കൈ ഉയർത്തി പറയും, സത്യമായും, പിന്നെ പറഞ്ഞോട്ടെ, ആത്മാർത്ഥമായും ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞവരോട് ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരികളുടെ ഇടയിലൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, സത്യമല്ലാതെയോ ആത്മാർത്ഥമല്ലാതെയോ പാപങ്ങളെ ഏറ്റുപറയുന്ന രീതിയിൽ ആരെങ്കിലും പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവം എന്തോ ചെയ്തിട്ടില്ല, ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ദൈവസന്നിധിയിൽ അനുദപിക്കുന്നവർക്കും കുമ്പസരിക്കുന്നവർക്കും പാപങ്ങളെ ഏറ്റുപറഞ്ഞവരോടുമാണ് ദൈവമായ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് സ്വയം സമർപ്പിതരാകുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിച്ച് റീലിങ്സിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. കർത്താവേ, ഞാൻ ഒന്നുമില്ല, എന്നെ തന്നെ ഇതാ ദേവാലയ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്, ഞാൻ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് എന്നുള്ള ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കുന്നു. ഞാനും നിങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ തിരുശരീരം വയ്ക്കുകയാണ്. കർത്താവെ, ഞാൻ എന്നെ തന്നെ ഇതാ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതായിട്ടൊരു ശുശ്രൂഷയാണ് പ്രാർത്ഥന. പിന്നീട് നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയാണ് പ്രാർത്ഥന. അപ്പോൾ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന ആരായിരിക്കണം? പറ. ദൈവമായിരിക്കണം. ചില ആളുകൾ ഇങ്ങനെ അസ്വസ്ഥമാകുന്നുണ്ട്, അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. പ്രതിഫലം തന്നേടുവാൻ യേശുരാജൻ വന്നേടുവാൻ ആധികമില്ലിനെയും ആദികൾ തീർമില്ലിനെയും നാളുകൾ നമ്മുടെ. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് സ്വയം സമർപ്പിതരാകുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ദൈവമായിരിക്കണം എന്നെ നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ഇന്ന് ദേവാലയത്തിൽ വരുന്നവർ വരെ എന്നെ സംബന്ധിച്ച പല അസ്വസ്ഥതകളുണ്ടാകാം, നിങ്ങളെല്ലാവരെയും സംബന്ധിച്ച അസ്വസ്ഥതകളുണ്ട്. എന്നാൽ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ എല്ലാം മാറിപ്പോയി, സമാധാനവും സന്തോഷവുമാണ് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിതരാണ്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ആരാധനയായി തീരണമെങ്കിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട വിശ്വാസികൾ എൻ്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുഞ്ഞുങ്ങളെ മെഴുകുതിരിയെക്കുറിച്ച് പഠിപ്പിച്ചു. എൻ്റെ പുറകിൽ മെഴുകുതിരി എരിയുന്നുണ്ട്, നല്ല പ്രകാശമായിട്ടുള്ള മധുവായിൽ മെഴുകുതിരി എരിയുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ഗുഹകളിലും കലറുകളിലും മനുഷ്യരുടെ സഹവാസമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു തിരി കത്തിച്ചു വെച്ചു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ മെഴുകുതിരിയുടെ ഉപയോഗിക്കുന്നത്. ഈ മെഴുകുതിരി എരിഞ്ഞില്ലാതായിത്തീരുന്ന പോലെ എൻ്റെ നിങ്ങളുടെയും ജീവിതം അലിഞ്ഞലിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതായിത്തീരണം. ഇത് അനേകർക്ക് പ്രകാശം നൽകുന്ന വെളിച്ചമായിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം അനേകർക്ക് പ്രകാശം നൽകണം. ഒരു ചെറുപുഞ്ചിരിയിലൂടെ, ഒരു നല്ല ചിരിയിലൂടെ, ഒരു കൈ ഷൈക്കാൻഡിലൂടെ, ഒരു സംസാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ സാധിക്കണം. അതിൻ്റെ അടയാളമായിട്ടാണ് തിരി അവിടെ കത്തിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ബലഹീനനായ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ വിശ്വാസികളായ അനേക അനുഭവ സമ്പത്തിലുള്ള മാതാപിതാക്കൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുമായ അനേകം മെഴുകുതിരികൾ ഇവിടെ ഇരുന്ന് ശോഭിക്കുകയാണ്. ഈ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഞാനവിടെ പാട്ട് പാടുന്നത്. അഹരോൻ അണച്ച ധൂപം പോൽ എന്നുള്ള പാട്ട് പാടുന്നത്. കൊയറിലെ കുഞ്ഞുങ്ങൾ പാടി, ശോഭ നിറഞ്ഞ ഒരു ആലയത്തിൽ ഈ ശോഭ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അദൃശ്യമായ ദൈവസ്നേഹം
എന്നിലും നിങ്ങളിലും പകരപ്പെടുമ്പോഴാണ് അദൃശ്യമായ ദൈവസ്നേഹം എന്നിലും നിങ്ങളിലും അത് പകർത്തപ്പെട്ട് അത് ജ്വലിക്കുമ്പോഴാണ് ഈ ദേവാലയം ശോഭ നിറഞ്ഞ ആലയമായി തീരുന്നത്. അതുകൊണ്ട് ശോഭ നിറഞ്ഞ ഒരാലയമായി തീരുകയാണ്. ഇവിടെ ഇരിക്കുന്ന 250 മെഴുകുതിരികൾ ഇവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശോഭയിലാണ് ബലഹീനനായ ഞാൻ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ രാത്രി പ്രസംഗം തയ്യാറാക്കിയപ്പോൾ 3-4 പ്രസംഗങ്ങൾ ഞാൻ എടുക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ദൈവം നടത്തിയപ്പോൾ ഈ പ്രസംഗം ചെയ്യുന്നതിനാണ്. വിതയ്ക്കുന്നവൻ്റെ ഉപമ പ്രാർത്ഥനയിലൊക്കെ പോയി പ്രസംഗിക്കാൻ വേണ്ടി അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചായിരിക്കണം പ്രസംഗിക്കേണ്ടത്. ഇന്നത്തെ ദൈവം നടത്തിയപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ദൈവം തരുന്ന ആലോചനയാണ് പുൾപിറ്റുകളിൽ പറയേണ്ടത്. മനുഷ്യൻ്റെ പ്രസംഗമല്ല, മാനുഷ്യമായ പ്രസംഗമല്ല, ദൈവത്തിൻ്റെ ആലോചനയാണ് ലഭിക്കേണ്ടത്. യഹൂദന്മാർ 616 ചട്ടങ്ങൾ ജീവിതത്തിൽ പാലിച്ചവരായിരുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അവരുടെ ഉള്ളിൽ സ്ഥാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഏവൻഗേലിയൻ വായിച്ചപ്പോഴും ഇവിടെ സൂചിപ്പിച്ചത്, കർത്താവ് യഹൂദന്മാരുടെ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുകയാണ്, അകമയോ സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുകയാണ്. അവസാനം പറയുന്നു, ഹാ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറുകളാണ്, നിങ്ങളുടെ ഉള്ളിൽ അസ്ഥിപഞ്ജരങ്ങൾ നാറ്റം വെച്ചിരിക്കുന്നു, പുറമേ മാത്രം ഇന്ന് മോടിയായി വന്നിരിക്കുന്നുവെന്ന് യഹൂദന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ഈ ദേവാലയത്തിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും മോടിയായ വസ്ത്രധാരണം ചെയ്ത് പുറമേയുള്ള മേനി നടിക്കുന്നവരായിട്ടല്ല, അകം കലറുകളായി ഇന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്നോട് നിങ്ങളോടും ചോദിക്കുകയാണ്. എന്നോടാദ്യം ചോദിക്കുകയാണ്, നിൻ്റെ അകം കല്ലറയാണോ? നിൻ്റെ അകം കല്ലറയാണെങ്കിൽ നീ ആ കല്ലറയുടെ അനുഭവത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കണം. നിൻ്റെ ഉള്ളിൽ യേശുവിനെ പ്രവേശിപ്പിക്കണം. ആമേൻ. നിൻ്റെ ഉള്ളിൽ യേശു ഉണ്ടായിരിക്കണം. ആ ഉള്ളത്തിൽ യേശു പ്രവർത്തിക്കുമ്പോഴാണ് ഈ ആരാധനയായിത്തീരുന്നത്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും ദൈവമുമ്പാകെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രയർ ഈസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഒരാളിനോട് മാത്രമേ സംഭാഷണമുള്ളൂ. ആരോടാണ്? അത് ഉറച്ചുള്ള സംഭാഷണമല്ല. എന്നാൽ ഉറച്ചുള്ള സംഭാഷണം സ്തോത്രമായും അലേലിയായും പുറത്തു വരുന്നുണ്ട്. അത് വന്നോട്ടെ, അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്, അത് വന്നോട്ടെ. എന്നാൽ മറ്റ് സ്ഥലങ്ങളൊന്നും ശബ്ദങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. കോൺവെർസേഷൻ. പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സംഭാഷണം ദൈവത്തോട് മാത്രമേ ആകാവൂ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്തോത്രം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവർ ഇവിടെ വന്നിരുന്നു. അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിലയേറിയ ഒരു സംഭാഷണമായിരിക്കണം. എല്ലാ പ്രാർത്ഥനയും ദൈവമുമ്പാകെയായിരിക്കണം. കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ആളുകളെ കാണുന്നുണ്ട്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു? 3. പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുള്ളൂ. നമ്മളോ മരണം വരെയും തള്ളിപ്പറയും, അല്ലേ? നമ്മൾ മരണം വരെയും തള്ളിപ്പറയും. എന്നാൽ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുള്ളൂ. 3-ാമത്തെ പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവി. അപ്പോൾ യേശു പറഞ്ഞത് ഞാൻ ഓർത്തു. പത്രോസ് എന്ത് ചെയ്യുന്നതാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്? പെരുത്ത ദുഃഖം നിറഞ്ഞ് അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. പത്രോസിൻ്റെ പൊട്ടിക്കരച്ചിലിനെ കർത്താവ് സ്വീകരിച്ചു. പത്രോസിൻ്റെ അനുതാപത്തെ കർത്താവ് സ്വീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിൽ വീഴ്ച വന്നിട്ടുള്ള ആളുകൾ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധങ്ങളിൽ വീഴ്ച വന്നിട്ടുള്ള ആളുകൾ, അടുത്ത സഹോദരനുമായി അടുത്ത സഹോദരിയുമായി വീഴ്ച വന്നിട്ടുള്ള ആളുകൾ, അനുദപിക്കാനായിട്ടുള്ള സന്ദർഭമാണ് ഈ സന്ദർഭം. അതുകൊണ്ട് പത്രോസ് അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. പത്രോസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിക്കുവാൻ തക്കവണ്ണം പത്രോസിനെ ദൈവം ഉയർത്തിയ അരിമശിഷ്യനായി പത്രോസ് മാറി. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗരാജ്യത്തിൽ അഴിക്കപ്പെടും.
സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു, ജഡരക്തങ്ങളല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിലയേറിയ സാക്ഷ്യം പത്രോസിന് നൽകുകയാണ്. എന്നാൽ യൂദ എന്ന് പറയുന്ന ശിഷ്യന് പറ്റിയ കുഴപ്പം എന്താണ്? യൂദ തനിക്ക് കിട്ടിയ പണം എന്ത് ചെയ്തു? പറ. തനിക്ക് കിട്ടിയ പണം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പള്ളിപ്രമാണിമാരുടെ മുന്നിൽ എറിഞ്ഞു കളഞ്ഞ ശേഷം എന്ത് ചെയ്തു? കെട്ടിഞ്ഞാന്ന് ചെത്തുകളഞ്ഞു. യൂദായുടെ അനുതാപം പള്ളിപ്രമാണിമാരോടാണ്. ഇന്ന് അച്ഛനോടും പള്ളിപ്രമാണിമാരോടും ആരും അനുദപിക്കുകയോ ചെയ്യരുത്. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന് മുൻപാകെ നമ്മുടെ അനുതാപമായിരിക്കണം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ദേവാലയത്തിലേക്ക് പണം എറിഞ്ഞ ശേഷം യൂദ പോയി കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. അവന് സാൽവേഷൻ ലഭിച്ചില്ല. അവനെ ഒരിക്കലും രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിച്ചില്ല. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ദൈവം മുമ്പാകെ ആയിരിക്കണം. മനുഷ്യർക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇന്ന് ഈ യെരുശലേം പള്ളിയിൽ ആരാധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദേവാലയത്തിൽ വരുന്നതിന് മുമ്പേ, കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം എന്താണെന്ന് കർത്താവ് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ദൈവനിയോഗവും ശുശ്രൂഷയുമാണ്. ദൈവമനുഷ്യ ബന്ധങ്ങളുടെ അടയാളമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഒരു പുതിയ ജീവിത ശൈലിയാണ് പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തു പഠിപ്പിച്ചത്. ടി.എൽ. മോഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ സംഭാഷണത്തിൽ പറഞ്ഞു, അനേക പ്രാർത്ഥനകൾ അദ്ദേഹം നടത്താറുണ്ട്. നിങ്ങളെല്ലാവരെയും സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയോ 2 പ്രാർത്ഥനയോ 3 നടത്തുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനേകായിരം പ്രാർത്ഥനകൾ ഒരു ദിവസം നടത്താൻ സാധിക്കും. നിങ്ങൾ ഒരു വാഹനത്തിൽ കയറി വാഹനം ഓടിക്കുന്നതിന് മുമ്പ് വാഹനം ഓടിച്ചു തുടങ്ങി. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയും. അത് കഴിഞ്ഞ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായി മരിക്കുവാൻ സാധിക്കാതെ ക്ഷേമമായി എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ എന്നോർത്ത് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയാണ്. ദേവാലയത്തിലിരിക്കുമ്പോൾ മരണം സംഭവിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ചില ദേവാലയങ്ങളെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിക്കുന്ന ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു മരണ വീട്ടിൽ പോയി ഒരു അമ്മ പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ തന്നെ അമ്മ അവിടെ വീണ് മരിക്കുകയുണ്ടായി. നമുക്ക് എന്തെപ്പോൾ സംഭവിക്കുമെന്ന് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു പുതിയ ജീവിതശൈലി ഇവിടെ പ്രാർത്ഥനയിലൂടെ യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ടി.എൽ. മോഡി എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞതുപോലെ അനേകായിരം പ്രാർത്ഥനകൾ ഒരു ദിവസം നമുക്ക് നടത്തുവാൻ കഴിയും. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രസംഗം ഒരു 3-4 പ്രസംഗങ്ങൾ ഇനി തുടർന്ന് ചെയ്യുന്നതാണ്. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് എല്ലാ പ്രാർത്ഥനയും ദൈവമുമ്പാകെ ആയിരിക്കണം. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. നമ്മെ നിയന്ത്രിക്കുന്നത് പിന്നീട് ദൈവമായിരിക്കണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരു ദൈവനിയോഗവും ശുശ്രൂഷയുമാണ്. ഇത് ചുമ്മാതങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതൊരു ദൈവനിയോഗമാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രാർത്ഥിപ്പാൻ സാധിക്കത്തുള്ളൂ. അതൊരു ശുശ്രൂഷ കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിലയേറിയ ബന്ധത്തിലൂടെ ഉളവാകുന്ന ആ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ജീവിതശൈലിയിലേക്കുള്ള പ്രവേശനമായിരിക്കണം പ്രാർത്ഥന. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ആർക്കെങ്കിലും ഒരാൾക്ക് കേട്ട വേനത്തെ ഓർത്ത് ചുരുക്കമായിട്ട്